ഹലോ ഗൈസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടയത്ത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ചെരുപ്പ് കടയിലേക്ക് കൊണ്ടുവന്ന വലിയ ഗ്ലാസുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് തൊഴിലാളികൾ ഇറക്കുന്ന ഒരു കാഴ്ച ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. സന്തോഷം. ശരി, നോക്കി നോക്കിയേ. ആ പൊട്ടി കേട്ടോ, അതെ പൊട്ടി ഓൾറെഡി. എടാ മേള് നോക്കണേ, മേള് നോക്കണേ, മേള് നോക്കേ, മേള് നോക്കേ, മേള് നോക്കേ, മേള് നോക്കേ, മേള് നോക്കേ, മേള് നോക്കേ. എങ്ങനെയിരിക്കുന്നു? പണ്ട് കാളവണ്ടിക്കാലത്ത് ചാക്കുവെട്ടുകൾ ഇറക്കിയത് ഇവരാണെന്ന് കരുതി ഇപ്പോഴും എന്ത് സാധനങ്ങൾ വന്നാലും ഇവർക്ക് തന്നെ അത് ഇറക്കണം. വീട് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിക്കൊള്ളട്ടെ, ഇതുപോലത്തെ ഗ്ലാസ് ആയിക്കൊള്ളട്ടെ, പ്രീമിയം കാർ ആയിക്കൊള്ളട്ടെ, അതല്ല ഇപ്പം ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഇറക്കണമെങ്കിലും ഇവര് മുൻപന്തിയിലും അങ്ങ് ഇടിച്ചു കയറി അങ്ങ് വരും. വിളിച്ചില്ലെങ്കിലും ഈ വിളിക്കാത്ത കല്യാണത്തിന് വന്ന് ഇരന്ന് വന്നിരുന്ന് തിന്നണ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, വന്ന് തിന്നിട്ട് പോട്ട്. ഇത് തിന്നതിന് ശേഷം ബാക്കിയുള്ള അവിടെ ഇരിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ആഹാരത്തിലും കൂടെ മണ്ണും കൂടെ വാരി ഇടുന്ന പ്രകൃതമാണ് ഇവർക്കുള്ളത്, ഈ യൂണിയനുള്ളത്. നമ്മുടെ കേരളത്തിൽ വരുന്ന ഇപ്പം ഏത് സംരംഭകർ ആയിക്കൊള്ളട്ടെ, അവർക്ക് ഈ രാഷ്ട്രീയ യൂണിയനായ ഇവർക്കെതിരെ ഒന്നും ശബ്ദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇത് പല നാളുകളായിട്ട്, പല കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഗുണ്ടായിസ പ്രവർത്തികളൊക്കെയാണ്. അതിപ്പോൾ സർക്കാരിനായിക്കൊള്ളട്ടെ, പോലീസിനായിക്കൊള്ളട്ടെ, അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവർക്കൊക്കെ കാട്ടി മുകളിലാണ് ഇവരുടെ ശക്തി. അങ്ങനെയാണ് ഇവരെയൊക്കെ വാർത്തി വെച്ചിരിക്കുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ നിങ്ങൾ ഈ കണ്ടല്ലോ, ഈ ഗ്ലാസ് ഇറക്കുന്നത്, ഗ്ലാസ് ഒരിക്കലും ബൈ ഹാൻഡിൽ ഇറക്കാനേ പാടില്ല. അത് ഇത്രത്തോളം വലിയ ഗ്ലാസ്സുകൾ, അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് പൊട്ടുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് വലിയ മേജറായിട്ടുള്ള ആർക്കും ഇഞ്ചുറീസ് ഒന്നും പറ്റിയില്ല. ഇതിന് ഗ്ലാസ് വാക്യൂം സക്ഷൻ കപ്പുണ്ട്, അതുപോലെ ഗ്ലാസ് ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് വേണം, കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടതിന് ശേഷം വളരെ സുരക്ഷിതമായിട്ട് അതിനനുസരിച്ച് പ്രാവീണ്യമുള്ള ഗ്ലാസ്സുകളൊക്കെ, ഇതുപോലെ വലിയ ഗ്ലാസ്സുകളൊക്കെ ഇറക്കി പ്രാവീണ്യമുള്ള ആൾക്കാർ വേണം ഇതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ അഥവാ കടയുടമകൾ അങ്ങനത്തെ സ്റ്റാഫുകൾ അവരുടെ കയ്യിലുണ്ട്, അവർ ഇറക്കാണെങ്കിൽ പോലും ഇവർ സമ്മതിക്കത്തില്ല. കൂട്ടം കൂടി വിളിച്ചില്ലെങ്കിലും വിളിക്കാത്ത സദ്യക്ക് കയറിങ് വരും ഇവർ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഗ്ലാസ് ഇറക്കാൻ തന്നെ എത്ര ആൾക്കാരാണ് അതിനകത്തുള്ളതെന്ന് നിങ്ങൾ നോക്കിയേ. 10 ആൾക്കാർ. അപ്പം നമ്മളിപ്പോൾ വീട് മാറി വരികയാണെങ്കിൽ ഒരു അലമാര തൂക്കാൻ തന്നെ ഒരു 10 പേര് ചുമന്നായിരിക്കും കയറുന്നത്. കാരണം എല്ലാവർക്കും പൈസ വേണമല്ലോ, അതിനനുസരിച്ചുള്ള പൈസ ആയിരിക്കും അവർ വാങ്ങിക്കുകയും ചെയ്യുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇവരിങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇടിച്ച് കയറി വിളിച്ചില്ലെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കും, മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായിട്ട്. നമ്മുടെ കേരളത്തിൽ പുതിയതായിട്ട് വരുന്ന സംരംഭകർക്ക് ഒരു വിലങ്ങ് തടിയായിട്ട്. കേരളത്തിൽ ഇതുകൊണ്ടാണ് പുതിയ സംരംഭങ്ങളൊന്നും വരാത്തത്. ഇവരാണ് ഏറ്റവും ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നത്. കാരണം എല്ലാത്തിനും ഇങ്ങനെ തടസ്സം മാത്രം നിൽക്കും. ഇപ്പം അവർ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കൂലി വാങ്ങിക്കും. വലിയൊരു ഗ്ലാസ് പൊട്ടി, അപ്പം അതിൻ്റെ നഷ്ടം ആരാണ് സഹിക്കുന്നത്? ഇവർ കൊടുക്കുമോ? ഇവർ കൊടുക്കും, ഉണ്ട കൊടുക്കും, ഉണ്ട. ഇതും ആ ഒരു സംരംഭകൻ, ആ കടയുടെ മുതലാളി, ഓണർ തന്നെ കയ്യിൽ നിന്ന് തന്നെ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ്. അവർക്കെന്ത്? ചിരിച്ചുകൊണ്ട് വേറെ ഏതോ ഒരു പൊട്ട അവിടെ ഇരുന്ന് ചിരിക്കണുണ്ട്, അടിപൊളി എന്ന് പറഞ്ഞിട്ട്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. ആർക്കും ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ ഒരു കൂട്ടം കൊണ്ട് ഭയങ്കര ശല്യമാണ്. അതിപ്പം കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഒരു തുടർ കഥ പോലെ, ഒരു പരമ്പര പോലെ. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ, യൂണിയൻ. എന്ത് ചെയ്യേ? ഈ നാട് ഇവന്മാരൊക്കെ അടിച്ചു കളഞ്ഞാൽ മാത്രമേ നന്നാവത്തുള്ളൂ കേട്ടോ.
അല്ലെങ്കിൽ ഇതേ സെയിം ഇഷ്യൂ എത്ര കാലം എന്ന് പറഞ്ഞിട്ട് ഒരേ കാര്യം തന്നെ പല 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 സിറ്റുവേഷനിൽ, ചില സ്ഥലങ്ങളിൽ നോക്കുകൂലി, ചില സ്ഥലങ്ങളിൽ അമിത കൂലി, ചില സ്ഥലങ്ങളിൽ രണ്ടുപേര് മതി അതുകൊണ്ട് ഇറക്കി വെക്കാൻ. അതിന് ഉമ്മാരെല്ലാം കൂടെ ഉള്ള മച്ചമ്പിയും അണ്ണാനെയും ജപ്പാനെയും എല്ലാമാരെയും വിളിച്ചു കൂട്ടി ഒരു 10-15 എണ്ണം വരും. എന്നിട്ട് അതിനകത്തുള്ള പൈസയും വാങ്ങിച്ചിട്ട് കീശയിലിട്ട് അവന്മാരെ അങ്ങ് പോകും. ഈ ഒരു ഗ്ലാസ് ഇറക്കണ സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റി അവർ മരിക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. അത് മരിക്കണ്ട, എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കട ഉടമ പിന്നെ ആ കട അങ്ങ് മറന്നേക്കണം. പിന്നെ അവിടെ ധരണയായി, പിന്നെ അവിടെ എന്താ പറയാ നഷ്ടപരിഹാരം കൊടുക്കണം. അങ്ങനത്തെ വലിയ ഇതിലോട്ട് പോയേനെ. എന്തോ ആ കൊണ്ടുവന്ന ആൾക്കാരുടെയും ആ കട ഉടമയുടെയും എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാൻ കേട്ടോ. അല്ലെങ്കിൽ ആ കട ഇനി അങ്ങോട്ട് തുറക്കത്തില്ലായിരുന്നു. പോയപ്പം ആ കടക്കാരന് പോയി. ഇതുപോലത്തെ കൂട്ടങ്ങളെ ആർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, ആരുടെയും നിയന്ത്രണത്തിലുമല്ല. അങ്ങനെ രീതിക്കാണ് ഇവരെയൊക്കെ ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ആർക്കെതിരെയും എന്തും ചെയ്യാന്നുള്ള ഒരു വീര്യം ഇവർക്കുണ്ട്. അത് തുടക്കത്തിലേ തട്ടി കേട്ടിരുന്നെങ്കിൽ മാറിയേനെ. ഈ സംഭവം ഇങ്ങനെയല്ല. ഇത് ലാസ്റ്റ് ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ടീച്ചർ, അതായത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ്, വൈഫിനാണ്, വീട്ടിന്റെ സ്വന്തം കോമ്പൗണ്ടിനകത്ത് ടെയിലിറക്കണ സമയത്ത് ഇവര് വന്നിട്ട് സമ്മതിച്ചില്ല. ലാസ്റ്റ് ആ ഒരു ലേഡി എന്നെ ആ ഫുൾ ലോഡ് ഇറക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെയുണ്ട്. ഇന്നിങ്ങനെ ഇവര് മാറി വരിക്കും. ഇന്ന് അവർക്കാണെങ്കിൽ നാളെ ഒരു ദിവസം നമുക്ക് വരും ഇവരെ കൊണ്ടുള്ള ശല്യം. ഇത് നിങ്ങൾക്ക് ഒന്ന് മുമ്പ് കാലത്തോട്ട് ചേഞ്ച് നോക്കി അറിയാം. പോലീസ് തൊട്ട് അങ്ങ് ഉന്നതിയിലുള്ള ആൾക്കാർ വരെ ഇവരെ കൊണ്ടുള്ള ശല്യം അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ ആരും തുനിഞ്ഞിറങ്ങിയിട്ടില്ല, ആരും ധൈര്യപ്പെട്ടിട്ടുമില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെറും ഇങ്ങനെ നോക്കുകൂത്തിയായിട്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. എന്ത് പറയാനല്ലേ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.